ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് അനിയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ. എടാ, നിന്നെ അനാമികയായിട്ട് വിളിച്ചിരുന്നോ? ഇല്ല. എന്താടാ, നീ വിളിച്ചു നോക്കിയില്ലേ? ഇല്ല, ഞാൻ വിളിച്ചു നോക്കിയില്ല. അതെന്താ അങ്ങനെ എന്ന് പറയുമ്പോൾ എന്തോ എനിക്ക് അവളുടെ സ്വഭാവമൊന്നും അത്ര വലിയ ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ തുടക്കം മുതലേ ഈ കല്യാണം നിനക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മുടങ്ങി പോകണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. നീ അതെല്ലാം ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉടൻ തന്നെ എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഏട്ടാ. അവൾ ഇനിയിപ്പോൾ എന്ന് പറയുമ്പോൾ എന്താ നീ പറഞ്ഞു വരുന്നത്? നിൻ്റെ പ്രശ്നം എന്താ? എൻ്റെ ഇപ്പോൾ സംശയം അനാമികയും നന്ദുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? അവർക്കിടയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ലാസ്റ്റായിട്ട് അനാമിക വിളിച്ചിരിക്കുന്നത് നന്ദുവിനെയാണ്. അപ്പോൾ അതൊക്കെ പാടെ കൂട്ടി വായിക്കുമ്പോൾ എന്താ ഇനി നന്ദുവിലോട്ടാണ് സംശയം പോകുന്നത്. അല്ല, എന്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ ചിന്തിച്ചു പോയതാ എന്ന് പറയാൻ കേട്ടോ. ഈ സമയം ആദർശിനോട് അവിടെ അനി പറയാണ്, എന്തായാലും ഏട്ടൻ്റെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഏട്ടൻ ഭാഗ്യവാനാണ്. ഈ അനാമികയുടെ കല്യാണം തുടങ്ങിയ അന്ന് മുതൽ ഓരോരോ പൊരുത്തക്കേടുകളാണ്. അന്ന് അമ്പലത്തിൽ വെച്ച്, പിന്നീട് പല പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പൊരുത്തക്കേടുകൾ തോന്നുന്നു. എന്തോ ഈ കല്യാണം എനിക്ക് അങ്ങനെ വലിയ യോജിപ്പൊന്നും തോന്നുന്നില്ല. അതൊക്കെ നിൻ്റെ തോന്നൽ. അനാമികയുടെ വീട്ടുകാർക്കും അനാമികയെ നീയെന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഏട്ടത്തിയെ പോലെ ഒരു നല്ല നന്മമരമാണ് അവളെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. അവളെ പോലെ ഒരു ഭാര്യയെ കിട്ടുന്ന എനിക്ക് സന്തോഷം കിട്ടില്ല എന്നൊരു തോന്നൽ. എന്നാൽ ആദർശേട്ടൻ്റെ ജാതകം എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ഭാഗ്യവാനായിരുന്നേ എന്ന് പറഞ്ഞ ഉടനെ എന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഏട്ടത്തിയെ പോലെ നല്ലൊരു ഭാര്യയെ കിട്ടാൻ എല്ലാം കൊണ്ടും നല്ലൊരു ഭാര്യയാണ് ഏട്ടത്തി എന്ന് പറയുമ്പോൾ ആദർശിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ലഡു പൊട്ടുന്ന ആ ഒരു ഫീല് മുഖത്ത് കാണണം കേട്ടോ. അങ്ങനെ ആദർശ് പറയണേ, നീ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു പൊരുത്തക്കേടുമില്ല. പക്ഷേ വീട്ടിലെ പ്രശ്നങ്ങളാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം. എന്നാൽ നിൻ്റെ കാര്യം അങ്ങനെയല്ല. ഈ വീട്ടിൽ ഒന്നടക്കം എല്ലാവരും സ്വീകരിക്കാനിരിക്കുന്ന മൂത്ത മരുമകളായി തന്നെ സ്വീകരിക്കാൻ പോവുകയാണ് നിൻ്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും വരില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ജലജ ജാനകിയുടെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് ജലജ പറയാം, ശരിക്കും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ അനാമിക എന്തിനായിരിക്കും നന്ദുവിന് വിളിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ ദേവയാനി പറയാം, എനിക്കും അങ്ങനെ ഒരു പൊരുത്തക്കേട് തോന്നുന്നു ജാനകി. കാരണം ഈ നന്ദു എന്ന് പറയുന്നവൾ ഇവിടെ നിന്ന് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയവളാണ്. അപ്പോൾ അതൊക്കെ പാടെ കൂട്ടി വായിക്കുമ്പോൾ ആകെ ഒരു പൊരുത്തക്കേടുകളുണ്ട് എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന അവിടെ അനാമികയെക്കുറിച്ച് ഇങ്ങനെ നന്ദുവിനെക്കുറിച്ച് കുറ്റം പറയുന്നത് കേട്ടിട്ട് കനകം വരികയാണ് കേട്ടോ. അപ്പോൾ കനകം പറയണേ, കനകമായിട്ട് വരുന്നതിന് കണ്ടതിനോടുകൂടി ജലജ പറയാണ്, ഇതാ കണ്ടില്ലേ ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഒളിച്ചും പാത്തും മറ്റുള്ളവർ എന്ത് പറയുന്നതെന്ന് നോക്കി നിന്ന് വിവാഹം മുടക്കാനുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞേക്ക് അവിടെ കനകം പറയും, ഞാൻ ഒളിച്ചും പാത്തും നിന്നതല്ല, ഞാൻ ഇങ്ങ് വരുന്ന വഴിക്കാണ് നിങ്ങൾ ഇക്കാര്യം പറഞ്ഞത്. അപ്പോൾ എൻ്റെ മകളെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഒരു അമ്മ എന്ന നിലയ്ക്ക് അവിടെ ഒന്ന് സ്റ്റോപ്പായി. അല്ലാതെ ഒന്നുമല്ല, എൻ്റെ മകളെ നന്ദുവിന് അനാമിക വിളിച്ചു എന്നുള്ളത് സത്യം തന്നെ. അപ്പോൾ ഉടൻ തന്നെ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ എനിക്ക് തോന്നുന്നു, ഒക്കെ കള്ളക്കൂട്ടങ്ങളാണ് എന്ന് പറഞ്ഞ് ദേവയാനി ജലജ അങ്ങ് പോകുമ്പോൾ ജാനകി വന്നിട്ട് കനകത്തിനോട് പറയണത്, ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ മകനെ നിൻ്റെ മകൾ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയില്ലേ. അപ്പോഴേക്കും കനകം പറയണേ, ഞാനൊരു കാര്യം പറയാം, എൻ്റെ മകൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അക്കാര്യം ആരോടും തന്നെ അവൾ പറഞ്ഞിട്ടില്ല. ഞാനും എൻ്റെ മക്കളും വഴിമാറിയിരിക്കുകയാണ്. പിന്നെ നയനയും നവ്യയും ഒക്കെ ഈ വിവാഹത്തിന് സമ്മതമല്ല. അവർക്ക് അനിയെ കല്യാണം കഴിക്കാം. പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? എന്തോ എനിക്കൊക്കെ പാടെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നന്ദുവാണോ എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്, അനാമികയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നൊരു സംശയം ഞങ്ങളിലുണ്ട് എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ കനകം പറയണേ, ഇങ്ങനെ വായിൽ തോന്നിയത് വിളിച്ച് പറയല്ലേ ജലജെ, ജാനകി ഇങ്ങനെ പറയരുത്, എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ തട്ടിക്കൊണ്ട് പോകില്ല. എന്നാൽ നിൻ്റെ മക്കളോട് പറ എന്ന് പറഞ്ഞ ഉടൻ തന്നെ എൻ്റെ മക്കളാണ് ഇപ്പോൾ അനാമികയെ തിരഞ്ഞിറങ്ങിയിരിക്കുന്നത്, നയനമോളും അതുപോലെ തന്നെ നന്ദുവും എന്ന് പറഞ്ഞ ഉടൻ തന്നെ നിൻ്റെ മക്കൾ കണ്ടെത്തിയാൽ നന്ന്, അല്ലെങ്കിൽ നിൻ്റെ മക്കൾ ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയേണ്ടി വരുമെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ കനകത്തിന് ഒരുപാട് വിഷമമാവാണ്. എന്നാൽ ഈ സമയം ആദർശിൻ്റെ അച്ഛനോട് പറയാണ്, എന്തായാലും ഈ നന്ദുവും അനാമികയും തമ്മിൽ എന്താ ബന്ധം എന്നൊന്നും അറിയില്ല. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയണേ, എന്തായാലും ഈ വീട്ടിലെ നല്ല ആദ്യത്തെ മരുമകൾ എന്നാണ് ഇവിടെ ദേവയാനി അടക്കം പറയുന്നത്. അതുകൊണ്ട് അവൾ ഒറ്റ മോളാണെങ്കിൽ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയ ഒന്നും പ്രതീക്ഷിക്കണ്ട, നല്ലൊരു അടുക്കളപ്പണി പോലും ചെയ്യില്ല, ഒന്നും ചെയ്യാതെ നടക്കും. പിന്നെ നയനയാണെങ്കിൽ
ഈ വീട്ടിലെ വേലക്കാരിയാണല്ലോ, ആ സ്ഥാനമാണല്ലോ ഇവിടെ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അത് കേൾക്കുന്ന ആദർശിൻ്റെ ഉള്ളൊന്ന് പൊട്ടുന്നുണ്ട് കേട്ടോ. ആദർശിന് അത് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ സ്ഥാനത്താണ് നിൽക്കുന്നത്. എന്നാൽ അനാമിക വന്നാൽ അങ്ങനെ ആവില്ല, എല്ലാവരും അവളെ സ്നേഹം കൊണ്ട് മൂടും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, പലതും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും ഈ അനാമികവരുടെ വരവോടുകൂടി. അത് കേൾക്കുന്ന അനിയുടെ അച്ഛനും ശരിയാണ് പറയുന്നത്. അപ്പോഴാണ് അതിനെ അനി വരുന്നത് കേട്ടോ. അപ്പോഴേക്കും ആദർശിടാ, നീ അനാമികക്ക് വിളിച്ചു നോക്കിയോ? ഇല്ല, വിളിച്ചു നോക്കില്ല. അതെന്താ നീ വിളിച്ചു നോക്കാത്ത? വിളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. എന്താടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇത് വിവാഹം നടക്കില്ല. വിവാഹത്തിൻ്റെ 2 നാൾ അടുക്കെ ഇങ്ങനെ ഒരു പെൺകുട്ടി കാണാതായി കഴിഞ്ഞാൽ ആരുടെയെങ്കിലും അവൾക്ക് പ്രണയമുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അത് കേൾക്കുന്ന ആദർശ്, നീ എന്താ ഇങ്ങനെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത്? അപ്പോൾ ഉടൻ തന്നെ അനിയുടെ അച്ഛൻ പറയണ, നീ ഇങ്ങനെയൊന്നും വിളിച്ച് പറയണ, നിൻ്റെ അമ്മ കേട്ട സഹിക്കില്ല. നിൻ്റെ അമ്മ ഇനി വേറൊരു മരുമകളെ സ്വീകരിക്കില്ല എന്ന ആ ഒരു തീരുമാനത്തിലാണ്. അനാമികയാണ് എൻ്റെ മരുമകൾ എന്ന് തീർത്ത് ഒപ്പിട്ടിരിക്കുന്നു. ആ സമയത്ത് നീ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ആദർശിൻ്റെ അച്ഛൻ പറയണ, അനി പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. ഒരുപക്ഷെ ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി വേറെ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയിട്ടുണ്ടോ എന്നും പറയാൻ പറ്റില്ല എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ അനി പറയാണ്, ഒരുപക്ഷെ ഓടിപ്പോയിട്ടുണ്ടോ എന്നും പറയാൻ പറ്റില്ല. അവളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, അവൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. നിനക്ക് അവളെ ദേഷ്യമാണ്, അത് ശരി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കാണാതായ സ്ഥിതിക്ക് നമ്മളുടെ തെരച്ചിലൊന്നും നമ്മുടെ ഭാഗം വെച്ച് നോക്കേണ്ടതാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് തന്നെ. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയാം, അത് ചെയ്യേണ്ടത് കാര്യം തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ. പിന്നീട് ആദർശിന് പോലീസുകാരൻ വിളിക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ പറയാണ്, എന്തായി, ആ പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയേ? ഇല്ല. അപ്പോൾ ഉടൻ തന്നെ ആദർശ് ചോദിക്കുകയാണ്, സാറിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഉടൻ തന്നെ ഈ വഴി CM പോകുന്നുണ്ട്. CM പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഈ അന്വേഷണത്തിലോട്ട് ഇറങ്ങും. അപ്പോൾ പേടിക്കാനില്ല എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം ആദർശ് പറയുന്നുണ്ട്, അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം. അല്ല, നിങ്ങൾക്ക് വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല എന്ന് പറയാം കേട്ടോ. ഈ സമയം ആദർശ് വീണ്ടും അനാമികയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ്. അപ്പോഴും ആ റിങ് ചെയ്യുന്ന ആ ഒരു ഇതേ കാണിക്കുന്നത്. എന്നാൽ ഈ സമയം നയനയാണ് കാണിക്കുന്നത്. അനാമികയുടെ കാറ് നിർത്തിയിട്ടോടുത്ത് പോവുകയാണ്. അപ്പോൾ നന്ദവും നയനയും കൂടിയിട്ട് ആ കാറ് ഇങ്ങനെ തുറന്നു നോക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് തുറക്കുന്നില്ല. പിന്നീട് ഇങ്ങനെ വണ്ടിയിലോട്ട് നന്ദു എത്തിച്ച് നോക്കുമ്പോൾ, അതേ ചേച്ചി അങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കിടക്കുന്നത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഫോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ കിടന്നിട്ടാണ് ഫോൺ അടിക്കുന്നത്, എപ്പോഴാണ് മനസ്സിലായത് എന്നിങ്ങനെ നയന പറയാൻ കേട്ടോ. പിന്നീട് നന്ദു 4 പുറം നോക്കുമ്പോൾ അവിടെ കാണാൻ ഒരു CCTV ഒരു വീടിൻ്റെ മുന്നിൽ. അപ്പോൾ ഉടൻ തന്നെ നന്ദു, ചേച്ചി അങ്ങോ നോക്ക് എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ആ വീട്ടിൽ CCTV ഉണ്ടല്ലോ, നമുക്ക് ആ വീട്ടിലൊന്ന് കയറി ചോദിക്കാം എന്ന് പറയുമ്പോൾ നന്ദു പറയാണ്, ചോദിച്ചാലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ പറയുക, ഒരു ആവശ്യമല്ലേ, ആ ആവശ്യം ആരും ചെയ്തു തരും. എനിക്ക് തോന്നുന്നില്ല ചേച്ചി, അവർ ചിലപ്പോൾ വഴക്ക് പറയും. നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കാൻ ഇട്ടാ. അപ്പോൾ ആ വീട്ടിലെ അമ്മ പുറത്ത് വരികയാണ്. ഉടൻ തന്നെ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അനന്തപുരിയിലെ മരുമകളാണ്, ഇവൾ എൻ്റെ അനിയത്തിയാണ്. അതന്നെ മോളെ, നിന്നെ എവിടേക്ക് കണ്ട ഒരു മുഖപരിചയമുണ്ടല്ലോ എന്ന് പറയുന്നത്. എന്താ മോളുടെ ആവശ്യം? അതെ, എൻ്റെ ഒരു അനിയത്തിക്കുട്ടി എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, അവളെ ഈ വീടിൻ്റെ മുന്നിൽ വെച്ച് കാണാതായിരിക്കുന്നു. കാർ ഇവിടെ കിടക്കുന്നുണ്ട്, ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണോ എന്തോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ CCTV ഫുട്ടേജ് ഒന്ന് നോക്കണം എന്ന് പറയുമ്പോൾ ആ അമ്മ പറയാണ്, അതിനെന്താ മക്കളെ, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് ലാപ്ടോപ്പൊക്കെ എടുത്തു കൊടുക്കുക കേട്ടോ. അങ്ങനെ അനാമികയും നന്ദവും കൂടി ആ ഒരു CCTV ഫുട്ടേജ് നോക്കുമ്പോൾ ആ ഞെട്ടിക്കുന്ന രഹസ്യം അവർ കാണുകയാണ്. ഈ ഗുണ്ടകൾ വന്ന് അനാമികയെ തട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു രംഗം കാണുന്നു കേട്ടോ. പിന്നീട് എന്ത് ചെയ്യും, ആ ഒരു ഫോട്ടോ ഒക്കെ തൻ്റെ മൊബൈലിൽ പകർത്താണ്, ആ വണ്ടി നമ്പറൊക്കെ പകർത്തി എടുക്കുകയാണ്. എന്നിട്ട് പുറത്ത് കിടന്നിട്ട് ഗുണ്ടകളാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എന്ന് മനസ്സിലായി. എന്തായാലും ആരാണെന്ന് കണ്ടെത്തണം. എന്തായാലും അമ്മ താങ്ക്സ് ഉണ്ട്, ഈ വണ്ടി നമ്പർ വെച്ച് ഞങ്ങൾ എന്തായാലും അവരെ കണ്ടെത്തിക്കൊള്ളാം എന്നിങ്ങനെ നന്ദുവും നയനയും പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നീട് അവർ പോകുന്ന വഴിക്ക് കുറേ കുട്ടികൾ നടന്ന് പോകുന്നുണ്ടോ, അവരോട് ചോദിക്കുകയാണ്, ഈ വഴി പോകുന്നത് കണ്ടോ? ഇല്ല, ഞങ്ങൾ കണ്ടില്ല എന്ന് പറയണേ. പിന്നീട് അവിടുന്ന് നന്ദുവും നയനയും കൂടി സ്കൂട്ടിയിൽ യാത്രയാവുകയാണ്. പിന്നീട് ഒരു ഓട്ടോക്കാരനെ കാണണം. ആ ഓട്ടോക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഈ വണ്ടി നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല എന്ന് പറയാനായിട്ടാ. അങ്ങനെ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി അനാമികയെ കണ്ടെത്തുന്നത് നന്ദവും നയനയും തന്നെയാണ്. ഇതിനിടയ്ക്ക് അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ മകളെ രക്ഷപ്പെടുത്തുന്നുണ്ടോ? എന്താ നീ പറയുന്നത്? അല്ല, ആ ഉപേന്ദ്രൻ്റെ കാര്യമാണ്, അയാൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുക എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴെന്താ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തും. അനാമികയുടെ അച്ഛൻ പറയാണ്, നീ എന്താ എന്നെ ഇങ്ങനെ രേവതി
കുറ്റപ്പെടുത്തുന്നത്? ഞാൻ ഒന്നും ചെയ്യാഞ്ഞിട്ടല്ലല്ലോ, നിൻ്റെ മുന്നിൽ ഇരുന്നിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത്. അപ്പോൾ ഉടൻ തന്നെ പണത്തിൻ്റെ കാര്യം നിങ്ങളെന്താ കാണിക്കുന്നത്? അപ്പോൾ പണത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ഞാൻ ഈ അന്വേഷണം നടത്തിയിട്ടും എനിക്കാരും പണം തരാനില്ല, കൈ ഒഴിയുന്നു. എന്നാൽ നിങ്ങളൊരു പണി ചെയ്യുക, അവൾക്ക് സ്വർണം മേടിച്ചിട്ടുണ്ടല്ലോ, ആ സ്വർണത്തിൽ നിന്ന് പകുതി അങ്ങ് കൊടുത്തേക്ക്. എന്നാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടുമല്ലോ. അപ്പോൾ ഉടൻ തന്നെ എന്തടി നീ പറയുന്നത്? അനാമിക മോള് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വർണത്തിന് പിന്നെ എവിടെ പോകും? അവളുടെ വിവാഹം 2 ദിവസം കഴിഞ്ഞാണ്. അപ്പോഴെന്ത് ചെയ്യും? അതൊക്കെ മിനുക്കുകൾ വെച്ച് കൊടുത്താൽ മതി, നല്ല സ്വർണ്ണമായിരിക്കണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ മകളുടെ ജീവിതമാണ്, പെണ്ണുണ്ടെങ്കിലല്ലേ സ്വർണം. അപ്പോൾ പെണ്ണ് വേണം, അപ്പോൾ നമ്മുടെ മോള് വേണം, അപ്പോൾ നിങ്ങൾ സ്വർണം കൊടുക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നീ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത്? അപ്പോൾ തന്നെ അവിടെ രേവതി പറയണം, ഇത് കല്യാണം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിലേറെ പ്രശ്നമാണ്. എന്തായാലും ആദർശ് പോലീസിനെ ഇടപെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കുമെന്ന് പ്രതീക്ഷയൊന്നും എനിക്കിപ്പോൾ ഇല്ല, അത് തീർച്ചയായും ഇല്ലെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് പറഞ്ഞ് രേവതി കരയുമ്പോൾ അനാമികയെ ഒരു സൈഡിൽ കാണിക്കുന്നുണ്ട്. അനാമികയെ ഇങ്ങനെ കസേരയിൽ കെട്ടിയിട്ട് അനാമിക ഇങ്ങനെ പേടിയോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിട്ടുള്ളത്.